നെയ്യാറ്റിൻകരയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. തണലോരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരള, തമിഴ്നാട് പോലീസ്, എക്സൈസ്, റെയിൽവേ പോലീസ് എന്നീ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ടാണ് റാലി സംഘടിപ്പിച്ചത്. കിരണം ചാരിറ്റബിൾ ട്രസ്റ്റ്, യുവസാഗര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നീ സംഘടനകളും സംയുക്തമായാണ് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ മുതൽ തോലടി ജംഗ്ഷൻ വരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. നെയ്യാറ്റിൻകര ജംഗ്ഷനിൽ റാലിയുടെ ഉദ്ഘാടനം നെയ്യാറ്റിൻകര സബ് ഇൻസ്പെക്ടർ വിമൽ രംഗനാഥ് നിർവഹിച്ചു. ലഹരിക്കെതിരെയുള്ള ഇത്തരം ബോധവൽക്കരണങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ഒരുപക്ഷെ പോലീസും എക്സൈസും മാത്രം പ്രവർത്തിച്ചാൽ മാത്രം ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയകരമാകില്ല. അതിൽ ഈ നാട്ടിലെ ഓരോ നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ ഇതുപോലുള്ള സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഇതിനെതിരെയുള്ള പോരാട്ടത്തിൽ തങ്ങളുടെ കർത്തവ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രം നമ്മുടെ സമൂഹത്തെ ഇന്ന് കാർന്നിരുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ, പുതിയ തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. ബൈക്ക് റാലിയിൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും എക്സൈസ് ഓഫീസർമാരുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. നെയ്യാറ്റിൻകര മുതൽ തോലടി വരെയുള്ള 7 പ്രധാന ജംഗ്ഷനുകളിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അണിനിരന്നാണ് റാലിക്ക് സ്വീകരണം നൽകിയത്. അമരവിള എക്സൈസ് റേഞ്ചിൽ നിന്നും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ, പ്രിവന്റീവ് ഓഫീസർ മനു, സിവിൽ എക്സൈസ് ഓഫീസർ അഭിലാഷ്, വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജ, കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റിൽ നിന്നും പ്രിവന്റീവ് ഓഫീസർ ജിനേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹരിത്, അശ്വിൻ എന്നിവർ ബോധവൽക്കരണ റാലിയിൽ സന്ദേശം നൽകി. തോലടി ജംഗ്ഷനിൽ ചേർന്ന സമാപന യോഗം പാറശാല റെയിൽവേ സബ് ഇൻസ്പെക്ടർ റസൽ രാജ് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് തമിഴ്നാട് പളുകൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഇന്ദുചൂടൻ, പാറശാല റെയിൽവേ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് എസ് എന്നിവർ തണലോരത്തിന് ആശംസകൾ നേർന്ന് സംസാരിക്കുകയുണ്ടായി. വിസ്മയ ന്യൂസ്, നെയ്യാറ്റിൻകര.